നമസ്കാരം, പ്രശാന്താണേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു സങ്കടപ്പെട്ട കാഴ്ച കണ്ടുകൊണ്ടാട്ടോ പറയാൻ. നമ്മൾ വാഹനം ഓടിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പ്രൈവറ്റ് വാഹനങ്ങളും ടാക്സി എല്ലാം ഓടിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ചിലപ്പോൾ ചില വാഹനത്തെക്കുറിച്ച് അറിയാം, പക്ഷേ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ഇത്രയും പ്രായം ചെന്ന ആൾക്കാർ, നമുക്കൊക്കെ ഡീസലും പെട്രോളൊക്കെ അടിച്ച് വരുന്ന ആൾക്കാർ, അവർക്ക് ചിലപ്പോൾ ഈ വണ്ടി ഏതാണ്, ഡീസലാണോ പെട്രോളാണോ എന്നൊന്നും അവർക്കറിയില്ല. ഇന്ന് ഞാൻ ഡീസൽ അടിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രശ്നം നടക്കാനുണ്ട്. അപ്പോൾ ആ ഡീസൽ അടിച്ചു കൊടുത്തൊരു വൃദ്ധനായൊരു മനുഷ്യൻ, അയാൾ പാവം കൈയൊക്കെ കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാറിൻ്റെ ഉടമസ്ഥൻ ഭയങ്കര ഒച്ചപ്പാടും ബഹളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തി ചെന്ന് ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഡീസൽ വണ്ടിയാണ്, അതിൽ പെട്രോൾ അടിച്ചാൽ പാവം. കാരണം അയാൾക്കത് മനസ്സിലായില്ല. പമ്പിലെ ഒരു പ്രായം ചെന്ന മനുഷ്യനല്ലേ. അതുകൊണ്ട് നമ്മളൊക്കെ ഏത് വാഹനം കൊണ്ട് നമ്മൾ ചെല്ലുവാണെങ്കിലും നമ്മൾ പമ്പിൽ ആ പമ്പ് ജീവനക്കാരനോട് പറയണം, ഇത് പെട്രോളാണ് കേട്ടോ, ഇല്ല ഡീസലാണ് എന്ന് നമ്മൾ വ്യക്തമായി പറയണം. കാരണം ഈ പ്രായം ചെന്ന ആൾക്കാരാണ് കൂടുതലും പമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ കാർ ഏതാ പെട്രോൾ ഏതാന്ന്, കാരണം ചില പമ്പുകളിൽ പെട്രോൾ വേറെ ഡീസൽ വേറെ ആയിരിക്കും. പിന്നെ ചില പമ്പിൽ ഡീസലും പെട്രോളുള്ള കുറ്റികളും ഉണ്ട്. അപ്പോൾ ഈ പമ്പിൽ ഡീസൽ മാത്രം പെട്രോൾ മാത്രം അങ്ങനെ രണ്ട് കുറ്റിയുള്ളൂ. അപ്പോൾ ഈ കാറുകാരൻ കൊണ്ടുവന്ന് നിർത്തിയ അയാളുടെ ഒരു ധാരണ രണ്ടുണ്ടോ എന്ന് വിചാരിച്ചാണ് നിർത്തിയത്. ഇത്ര പൈസയ്ക്ക് അടിക്കാൻ പറഞ്ഞു, അയാൾ അടിച്ചു. പക്ഷേ ആളുടെ പുതിയ കാറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഏത് പമ്പിൽ ചെന്നാലും നമ്മൾ ആ പമ്പിൽ ജീവനക്കാരനോട് പ്രത്യേകം പറയണം, പെട്രോളാണ് ഇല്ലെങ്കിൽ ഡീസലാണ്. ഇല്ലെങ്കിൽ ചില കാറുകളുടെയൊക്കെ നമ്മുടെ ആ പെട്രോൾ ടാങ്കിൻ്റെ അടപ്പും എഴുതി വെച്ചിട്ടുണ്ടാവും ഡീസലാണ് പെട്രോളാണ്. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം. പക്ഷേ ഈ പാവം അവിടെ നിന്ന് ഉരുകയാണ്. കാരണം അതിൻ്റെ പമ്പിൻ്റെ മാനേജർ വന്നു, കാരണം ഇനി ആ കാറിന് ഇത് മാറ്റി അടുത്ത ഇന്ധനം അടിക്കണം, എത്ര ചിലവ് വരും, അതൊക്കെ ആലോചിച്ച് ഭയങ്കര പ്രശ്നം. ലാസ്റ്റ് അവർ എല്ലാം ശാന്തമായി വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചു. അവർ വന്നു. ആ വണ്ടി ഷാർട്ടാക്കാത്തത് കൊണ്ട് ഒരു ഉപകാരം പറ്റി. കാരണം ഷാർട്ടാക്കിയിരുന്നെങ്കിൽ ഒരുപാട് പണി കിട്ടിയാൽ. അപ്പോൾ ടാങ്കിൽ നിന്ന് ഇന്ധനം മാറ്റി മറ്റേ ഇന്ധനം നിറച്ചു കൊടുത്തു. രണ്ടുപേര് തിരിഞ്ഞു. പക്ഷെ അപ്പോൾ ആ പമ്പ് ജീവനക്കാരൻ്റെ മുഖം ഞാൻ കണ്ടു. ഇന്ന് മൊത്തം പണിയെടുത്ത ശമ്പളം അയാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക.